നമസ്കാരം, എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആരും കാണാത്ത ഒരു വെറൈറ്റി ടൈപ്പ് വീഡിയോ ആണിത്. നമ്മുടെ M4 അല്ല, പക്ഷേ മിസ്റ്റർ ബീസ്റ്റിന് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് IRTC നേരെ ഒരു മെസ്സേജ് വരുന്നത്. അവരൊരു ലോഞ്ചിങ് വീഡിയോ ആയിട്ടാണ് എന്നെ വിളിക്കുന്നത്. അവർ പറഞ്ഞു എന്നോട് പുതിയൊരു ട്രെയിൻ അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ നീ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ഓഫർ കിട്ടി. ഞാൻ നേരെ വെച്ച് പിടിച്ചു കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇൻവിറ്റേഷൻ കിട്ടിയോണ്ട് നമുക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. നമ്മൾ എന്നും ബാംഗ്ലൂർക്ക് ട്രെയിനിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒഴിച്ചുകൂടാനും പറ്റത്തില്ല. എന്നോട് പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് വരെ പങ്കെടുക്കുന്നുണ്ട്, അപ്പം ബ്രോ എന്തായാലും വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ അവിടുന്ന് കോട്ടയത്തേക്ക് വെച്ച് പിടിച്ചു. എനിക്കറിയത്തേ ഇല്ല എന്ത് ചെയ്യണമെന്നും അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ എന്നും എനിക്കറിയത്തില്ല. എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനത് കേട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കും. അന്ന് രാത്രിയിൽ ഞാനൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല. എല്ലാവരോടും ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് പോകണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിച്ചാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത് തന്നെ. പ്രോഗ്രാം എല്ലാം എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് ഞാൻ ഉച്ചയോട് കൂടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ നോക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ എന്നോട് മിണ്ടി കൈയൊക്കെ കാണിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ നേരെ ആളുകളുടെ ഇടയിലേക്ക് പുറകിലേക്ക് മാറുന്നു. ട്രെയിൻ വരുമ്പോൾ ചാടി കയറാമല്ലോ, നമുക്ക് സ്പെഷ്യൽ സീറ്റ് കാണുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ നേരെ ബാക്കിലോട്ട് നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ കുറേ ആൾക്കാരെല്ലാം ട്രെയിൻ നോക്കി നിൽപ്പുണ്ട്. ഇവരെല്ലാം എന്നെ പോലെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് വന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്. എന്നോട് ഡ്യൂട്ടിയുള്ള ഒരു പോലീസുകാരൻ ചോദിച്ചു, എന്താ പോലെ വീഡിയോ എടുക്കുന്ന യൂട്യൂബറാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബർ ഒന്നുമല്ല, എന്നാലും ഒഫീഷ്യലായിട്ട് എനിക്കൊരു മെസ്സേജ് വന്ന് ട്രെയിനിൻ്റെ ലോഞ്ചിങ് ഉണ്ടെന്ന്, അത് കേട്ട് നേരെ വന്നതാണ്. അവിടെ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു പോലീസുകാരൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ മാത്സൊക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു വീഡിയോ അങ്ങ് എടുത്തു കൊടുത്തു. എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയത്തില്ല എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. ട്രെയിനിൽ കയറി പ്രസംഗിക്കണമെന്ന് ഞാൻ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടി. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എന്നായാലും ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നോക്കുമ്പോൾ പോലീസുകാരെല്ലാവരെയും ഓടിച്ചൊക്കെ വിടുന്നുണ്ട്. എന്നായാലും എനിക്ക് സ്പെഷ്യലി ഇത് ഒഫീഷ്യലി ഇത് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ പേടിക്കാതൊക്കെ നിന്നു. പോലീസിൻ്റെ വാക്ക് കേട്ടപ്പോൾ എല്ലാവരും ബാക്കിലോട്ടൊക്കെ നിന്നു. അപ്പോൾ അവിടുന്ന് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഫുള്ള് മാലയൊക്കെ ഇട്ട് ഒരു രക്ഷയില്ല ട്രെയിൻ കാണാൻ തന്നെ. എന്നാ ഇത് ട്രെയിൻ തന്നെയാണോ? എന്ത് കോപ്പ് ഇതിലാട്ടെ. എന്നായാലും ഞാൻ നേരെ ട്രെയിനിൻ്റെ അകത്തോട്ട് വെച്ച് പിടിക്കുകയാണ്. എനിക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിൻ കയറിയിട്ട് ബാക്കി കാണിക്കാം. ട്രെയിനിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവം. കാരണം വെച്ചാൽ ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എനിക്ക് സെപ്പറേറ്റ് സീറ്റൊന്നും ഇല്ല. പിന്നെ എല്ലാവരും ഇടിച്ചുകൂടിയൊക്കെ ഇരിക്കും. ഒരു അച്ഛനാണെങ്കിൽ നേരെ അങ്ങോട്ടൊക്കെ നോക്കി എന്നാ മോനെ എന്നുള്ള രീതിയിലേക്ക് ഇരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കാണെങ്കിൽ പറയാനും പറ്റത്തില്ല. ഒഫീഷ്യലി മെസ്സേജ് വന്നിട്ടാണെങ്കിൽ അതൊരു അഹങ്കാരമാകത്തില്ലേ. എന്നായാലും ഞാൻ ഓടി വന്ന് ഫസ്റ്റ് ട്രെയിനിൻ്റെ ടോയ്ലറ്റിലേക്കാണ്. ടോയ്ലറ്റ് പോകണം. കാരണം വെച്ചാൽ നമ്മൾ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിലാവും ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്കത് നല്ല രീതിയിലൊന്ന് കണ്ടു കാണാൻ വേണ്ടി, എനിക്കൊന്ന് കണ്ണി കിട്ടാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്നു. അത് ഫസ്റ്റ് ഉദ്ഘാടനം ഞാൻ തന്നെയാണ്. കാരണം വെച്ചാൽ ഫസ്റ്റ് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത്ര നല്ലൊരു ടോയ്ലറ്റ്. അവിടെ നേരെ ഞാൻ ഫ്ലഷ് ചെയ്യുന്ന ഉദ്ഘാടനം തുടങ്ങി. അപ്പോൾ ഈ ട്രെയിനെ കുറിച്ചും ഈ ട്രെയിനിലെ യാത്രകളെ കുറിച്ചും വേറൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.